നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ പങ്കാളി ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നില്ല എന്ന് ഞാൻ അറിയുന്നത്. ഇപ്പോൾ അവർക്കെന്നെ വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ്. എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കൺസിഡറേഷൻ കിട്ടുന്നില്ല, പ്രയോറിറ്റി കിട്ടുന്നില്ല, സ്നേഹിക്കപ്പെടുന്നതായി തോന്നിയിട്ടില്ല എന്നൊക്കെ പലപ്പോഴും അവർ പറയുമായിരുന്നെങ്കിലും അന്ന് ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. ഇന്ന് മാറാൻ ഞാൻ തയ്യാറാണ്. തിരുത്താൻ ഒരവസരം കൂടി എനിക്ക് തരണം. ഇതൊരു കേസ് മാത്രമല്ല, ഇതുപോലെ സമാനമായ അനുഭവങ്ങളുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്രത്തോളം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതനുസരിച്ചല്ലേ പലിശ സഹിതം നമുക്ക് റിട്ടേൺസ് കിട്ടുകയുള്ളൂ. അതുപോലെയാണ് കൺസിഡറേഷനും പ്രയോറിറ്റിയും സ്നേഹവും ഒക്കെ. ഇതെല്ലാം ഒരു പങ്കാളിയുടെ ആവശ്യമാണ്, ആഗ്രഹമാണ്, അവകാശമാണ്. ഇതിനു മുമ്പ് ഒരുപാട് വട്ടം തിരുത്താൻ ഒരു അവസരം നിങ്ങൾക്കവർ തന്നിട്ടുണ്ടാവാം. സങ്കടങ്ങൾ പറഞ്ഞും പരാതികളുടെ കെട്ടഴിച്ചും അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ടാവാം. പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവാം, പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം. പിന്നീട് എപ്പോഴോ തോറ്റുമടങ്ങി അവർ നിങ്ങളിൽ നിന്നൊരു ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ പങ്കാളിയെ ഒരു ഡിറ്റാച്ച്മെന്റ് സ്റ്റേജിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഇടയ്ക്കിടെ ബന്ധങ്ങളിൽ ഒരു വിശകലനം ആവശ്യമാണ്. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണ് എന്നതുപോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ പങ്കാളിയും നമ്മളിൽ ഹാപ്പിയാണോ, സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഉറപ്പുവരുത്തുന്നത്. തിരുത്തേണ്ട സമയത്ത് തിരുത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ പിന്നീട് തിരുത്താൻ നമുക്കൊരവസരം കിട്ടിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ബന്ധങ്ങളുടെ കാര്യത്തിൽ, സ്നേഹത്തിൻ്റെ കാര്യത്തിൽ.